നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലിയോ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിൽ കളിക്കളത്തിൽ വലിയ വീറും വാശിയുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അവർ ഒരിക്കലും പരസ്പരം ശത്രുക്കളല്ല, എന്നാൽ സുഹൃത്തുക്കളുമല്ല. ഇതാണ് അവരുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത. അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. എന്നാൽ നല്ല റെസ്പെക്റ്റ് പരസ്പരം ഉണ്ട് താനും. ഇത് തുറന്നു പറയുകയാണ് ജെറാർഡ് പീക്കെ. 2013 ഒരു സംഭവം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. പീക്കെ പറയുന്നു, മെസ്സി ആൻഡ് റൊണാൾഡോ, ഞാൻ ഓർക്കുന്നു ഒരു സംഭവം 2013 എൽ ക്ലാസിക്കോയിൽ സംഭവിച്ച കാര്യം. ക്രിസ്ത്യാനോക്ക് ഒരു ഷോൾഡർ ഇഞ്ചുറി പറ്റി. അന്ന് മെസ്സി ചെയ്ത കാര്യങ്ങൾ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഷോൾഡർ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ അത് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണല്ലോ. എവറി ടൈം മെസ്സി ക്രിസ്ത്യാനോയുടെ അടുത്തെത്തുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ആർ യു ഓക്കെ? ഷോൾഡർ ഇഞ്ചുറി വളരെ സീരിയസ് ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് മെസ്സി പറയുന്നുണ്ടായിരുന്നു. റൊണാൾഡോ പറഞ്ഞത്, എനിക്ക് ചെറിയ വേദനയുണ്ട്, പക്ഷേ മത്സരത്തിന് ശേഷം ഞാൻ ചെക്ക് ചെയ്തോളാം എന്നാണ് അന്ന് റൊണാൾഡോ തിരിച്ച് മെസ്സിയോട് പറഞ്ഞത്. അതേ സംഭവങ്ങൾ തന്നെ, ഇതേ സെനാരിയോ തന്നെ മത്സരത്തിന് ശേഷവും ആവർത്തിക്കുകയുണ്ടായി. മെസ്സി പോയി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ എന്താണ് എന്ന് ചോദിക്കുകയുണ്ടായി. ക്രിസ്ത്യാനോ ആവട്ടെ തൻ്റെ ഷോൾഡർ മെസ്സിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മെസ്സി അദ്ദേഹത്തിന് സ്പീഡി റിക്കവറി ആശംസിച്ചിട്ടാണ് അന്ന് പിരിഞ്ഞത്. സോ മെസ്സിയും റൊണാൾഡോയും ഒരിക്കലും ശത്രുക്കളല്ല, പരസ്പരം ശത്രുക്കളല്ല. പക്ഷെ അവർ ഫ്രണ്ട്സുമല്ല, അതാണ് യാഥാർത്ഥ്യം. എന്നാൽ പരസ്പരം നല്ല ബഹുമാനം അവർക്കിടയിലുണ്ട്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, റൊണാൾഡോ അദ്ദേഹമാണ് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് എന്ന് സ്വയം കൺസിഡർ ചെയ്യുന്നുണ്ട്. മെസ്സി അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാറില്ല എന്ന് മാത്രം. ഇത് മാത്രമാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ അവരുടെ എറ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ലോകം കണ്ട ബെസ്റ്റ് എവറായിട്ടുള്ളൊരു എറയാണ്. എനിക്കുറപ്പുണ്ട് മെസ്സിയെയും ക്രിസ്ത്യാനോ റൊണാൾഡോയെയും നമ്മൾ വീണ്ടും ഒരു സെയിം ഇൻ്റർവ്യൂവിൽ കാണുമെന്ന്. ഇതാണ് ഇപ്പോൾ ജെറാർഡ് പീക്കെ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.